എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് കാർസ് ഫ്രം PG എന്നുള്ള ചാനലിൽ കൂടെ ഞാൻ പരമാവധി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബഡ്ജറ്റ് കാർസ് തന്നെ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് ബഡ്ജറ്റ് കാർസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിലും ഞാൻ ഒത്തിരി കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെയുള്ള ആളുകൾ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് കാറുകളാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അതും നിങ്ങളുടെ പോലെയുള്ള ആളുകളിൽ നിന്ന് കയ്യിൽ തന്നെയാണ് വരുന്നത്. രണ്ട് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് നിലവിലുള്ളത്. ചില ആളുകൾ വാഹനങ്ങൾ വിൽക്കുമ്പോൾ അവർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയായിട്ട് വിൽക്കാൻ ശ്രമിക്കും. വേറെ ചിലൊരു വിഭാഗം ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കാല വെട്ടി തെളിക്കുന്ന പോലെയാണ്. അവർ പിന്നെ ആ വാഹനത്തിന്റെ യാതൊരു വർക്കുകളും അവർ ചെയ്യാൻ തയ്യാറാകാതെ മാക്സിമം ഊറ്റി പിഴിഞ്ഞെടുത്ത് പിന്നെ വിൽപ്പനയ്ക്ക് വരുന്ന വേറൊരു വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് ഗണത്തിൽപ്പെട്ട വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ടു റേഞ്ചിൽ തന്നെ ആയിരിക്കും നമ്മൾ വാഹനങ്ങൾ എടുക്കുന്ന വാഹനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മൾ വില നിശ്ചയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി കുറവുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാവുന്നതാണെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ, അതായത് ഒരു വാഹനം വിൽക്കുമ്പോൾ നമ്മൾ ചെറിയൊരു മാർജിൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറം നമുക്കൊരു കൈ പൊള്ളാത്ത രീതിയിലുള്ള വർക്കുകൾ കണ്ടാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ അത് പറ്റാമെന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് കാർസ് മാത്രമല്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള വാഹനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ മുമ്പോട്ട് അവതരിപ്പിക്കുന്നതും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കായിട്ട് അവതരിപ്പിക്കുന്നതും ഒരു ബഡ്ജറ്റ് കാർസ് തന്നെയാണിത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇത് മാരുതിയുടെ വാഗണറാണിത്. 4 സിലിണ്ടർ എഞ്ചിനാണിത്. 1000 cc ആണ്. ഈ വാഹനം 2007 രജിസ്ട്രേഷനുള്ള ഈ വാഹനം, ഇത് 2027 വരെ ഈ വാഹനത്തിന്, ഇനി 2 വർഷം കൂടി ഈ വാഹനത്തിന് ഇതിന്റെ ഫിറ്റ്നസ് നമുക്കുണ്ട്. വാഹനം അത്യാവശ്യം നല്ല കണ്ടീഷനിൽ, അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ് ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ അഡീഷണൽ കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇന്ത്യയിൽ അത്യാവശ്യം സീറ്റ് കവറൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയുള്ള രീതിയിൽ തന്നെയാണ് ഈ കസ്റ്റമർ ഇപ്പോൾ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. 94,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇതിന്റെ മീറ്ററിൽ കാണിക്കുന്നത്. നമുക്ക് പിന്നെ ഇതിന്റെ ടയർസ് എല്ലാം നമുക്കൊരു ആവറേജ് കണ്ടീഷൻസ് നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ബോഡിയൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട്, കുഴപ്പമില്ല. നമുക്കൊരു 2007 പഴമ തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. പക്ഷെ അതനുസരിച്ചുള്ള ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇതിന്റെ പെയിന്റ് ഭാഗം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോഡി ഭാഗം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലായിക്കോട്ടെ എക്സ്റ്റീരിയറിലായിക്കോട്ടെ ഒരു ശരാശരി കുഴപ്പമില്ല. ഏകദേശം നമുക്കൊരു 1 ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. ഈ കൊടുക്കുന്ന ഒരു തുകയ്ക്കുള്ള ഒരു വാഹനം തീർച്ചയായും കസ്റ്റമേഴ്സിന് അതിനുള്ള വർത്തുള്ള ഒരു വാഹനമാണിത്. ഇത് മേടിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായും അതിന്റെ മൊബൈൽ നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ സ്ഥലം വരുന്നത് കൂത്താട്ടോളത്തിനടുത്തുള്ള എലിഞ്ഞി എന്ന് പറയും. ഞങ്ങളുടെ പ്രദേശം വരുന്നത് എറണാകുളം, കോട്ടയം, ഈ 2 ജില്ലകളിലും ഏതാണ്ട് സമീപ പ്രദേശമായിട്ട് വരുന്ന സ്ഥലമാണ് എലിഞ്ഞി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങളും ഈ വരും വീഡിയോകളിൽ, എപ്പിസോഡുകളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. കൂടുതൽ കളക്ഷൻസ് വരുന്നുണ്ട്. ഞാൻ വിൽക്കുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പുള്ള വാഹനങ്ങൾ നോക്കിയെടുത്ത്, നന്നായിട്ട് വാഹനങ്ങൾ കൃത്യമായിട്ട് നോക്കിയെടുത്ത് അസസ് ചെയ്ത് അതിൻ്റെ കംപ്ലൈൻറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളെ നിങ്ങൾക്ക് തീർച്ചയായും സജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. എൻ്റെ കൈവശം കിടക്കുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് അവരെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. നിങ്ങളാണ് കസ്റ്റമർ, നിങ്ങളാണ് വാഹനം കാശ് കൊടുത്ത് മേടിക്കുന്നത്. നാളെ നിങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിനുള്ള വർത്തുള്ള ഐറ്റംസ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള പരിശോധിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. അതിനുള്ള സാഹചര്യവും ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കണം. ലൈക്കുകൾ ചെയ്യണം, ഷെയറുകൾ ചെയ്യണം. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നവരെ നന്ദി, നമസ്കാരം.